ഹായ് ഫ്രണ്ട്സ്, PSC ലേണിംഗ് ട്രിക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ +2 മെയിൻസിന്റെ സ്പെഷ്യൽ ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ ക്ലാസ് ആണിത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ CPO സിവിൽ പോലീസ് ഓഫീസർ കാറ്റഗറി നമ്പർ 550/2019, 251/2020, 340/2020, 357/2020, 358/2020 എന്നീ തസ്തികകളിലേക്കുള്ള മെയിൻ എക്സാമിന്റെ സ്പെഷ്യൽ ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിനകത്ത് ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ് വുമൺസ് പോലീസ് കോൺസ്റ്റബിൾ, വുമൺസ് പോലീസ് ബറ്റാലിയനും ഈ ഒരു തസ്തികയുമായി ബന്ധപ്പെട്ട് വരുന്ന പരീക്ഷയാണ്. ഓക്കെ, അപ്പം ഇതിന്റെ മെയിൻ സിലബസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതില് സിലബസിന്റെ മാർഗവിവരവും വിശദമായ സിലബസുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ലാസ്റ്റ് നോക്കിയാൽ കാണാം, 6ാമത്തെ ടോപ്പിക്കായിട്ട് സ്പെഷ്യൽ ടോപ്പിക്കുകൾ, അതായത് തസ്തികകളുടെ ജോലിയും സ്വഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതായത് നമുക്ക് പഠിക്കാനുള്ളത് സ്പെഷ്യൽ ടോപ്പിക്കുകളിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ള ആദ്യത്തെ ടോപ്പിക്കാണ് ഇന്ത്യൻ പീനൽ കോഡ്. 1860 ഇന്ത്യൻ പീനൽ കോഡ്. അതുമായിട്ടനുബന്ധിച്ച സിലബസ് നോക്കിയവർക്ക് മനസ്സിലാകും, ഒരുപാട് സെക്ഷനുകൾ അല്ലെ, IPC ഒഫൻസുകൾ, സെക്ഷനുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഓരോ ദിവസവും ഓരോരോ റൂളുകളും സെക്ഷനുകളും എന്തെല്ലാമാണെന്ന് നമ്മൾ ക്ലാസ്സുകളിൽ എടുക്കുന്നതായിരിക്കും. ഓക്കെ, ഒറ്റയടിക്ക് എല്ലാം കൂടി ചെയ്യുന്നില്ല, അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകും. ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു ടോപ്പിക്കാണ്, ടെൻഷൻ ഒന്നും വേണ്ട, നമുക്ക് നല്ല നീറ്റായിട്ട് പഠിച്ചെടുക്കാം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് +2 മെയിൻസിന്റെ സിലബസിൽ നിന്നും, അതായത് CPO വുമൻസ് പോലീസ് കോൺസ്റ്റബിൾ, CPO തുടങ്ങിയ തസ്തികകളിൽ നിന്നുള്ള ജോലികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ആദ്യത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ പീനൽ കോഡ് നാൾവഴികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യൻ പീനൽ കോഡ് എന്താണെന്ന് പ്രസ്താവന രൂപത്തിൽ പഠിക്കുകയാണ്. ഓക്കെ ആണല്ലോ? ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കുക, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ ആദ്യത്തെ പോയിന്റ് ഇതാണ്, ശ്രദ്ധിക്കുക. ഇന്ത്യക്കായി ഒരു നിയമസംഹിത തയ്യാറാക്കുന്നതിനുള്ള ശ്രമം ആരംഭിച്ചത് 1833 നോട്ട് ചെയ്യുക. ഇന്ത്യക്കായിട്ട് ഒരു നിയമസംഹിത തയ്യാറാക്കുന്നത് എന്നാണ്? 1833 നോട്ട് ചെയ്ത് വെക്കുക. 1833 ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ടൊരു നിയമസംഹിത തയ്യാറാക്കുന്നതിനുള്ള ശ്രമം ആരംഭിച്ചത്. അടുത്ത പോയിന്റ്, 1833 ചാർട്ടർ ആക്ട് പ്രകാരമാണ് TB മെക്കാളെ പ്രഭു അധ്യക്ഷനായി 1ാം ലോ കമ്മീഷനെ നിയമിച്ചത്. നോട്ട് ചെയ്യുക, 1833 ചാർട്ടർ ആക്ട് പ്രകാരമാണ് TB മെക്കാളെ അധ്യക്ഷനായ 1ാം ലോ കമ്മീഷനെ നിയമിച്ചത്. ക്ലിയർ ആണല്ലോ? അടുത്തത്, ഇന്ത്യൻ പീനൽ കോഡ്, കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ കോഡ്, ലിമിറ്റേഷൻ ആക്ട് എന്നിവയുടെ കരാർ തയ്യാറാക്കിയത് 1ാം ലോ കമ്മീഷൻ ആണ്. നോട്ട് ചെയ്യുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് പറയുന്നത്, നോട്ട് ചെയ്യുക. ഇന്ത്യൻ പീനൽ കോഡ്, കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ കോഡ്, ലിമിറ്റേഷൻ ആക്ട് എന്നിവയുമായി ബന്ധപ്പെട്ട കരാർ തയ്യാറാക്കിയത് 1ാം ലോ കമ്മീഷൻ ആണ്. ഇന്ത്യൻ പീനൽ കോഡ്, കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ കോഡ്, ലിമിറ്റേഷൻ ആക്ട് എന്നിവയുടെ കരട് തയ്യാറാക്കിയത് 1ാം ലോ കമ്മീഷൻ ആണ്. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക. 1ാം ലോ കമ്മീഷൻ തയ്യാറാക്കിയ കരട് 1833 മെയ് 2 ഗവൺമെന്റിന് വേണ്ടിയിട്ട് സമർപ്പിക്കുകയുണ്ടായി. 1ാം ലോ കമ്മീഷൻ തയ്യാറാക്കി, അതായത് TB മെക്കാളെ പ്രഭു അധ്യക്ഷനായിരുന്ന 1ാം ലോ കമ്മീഷൻ തയ്യാറാക്കിയിരുന്ന കരട്,
ഓക്കെ, എന്തിന്റെയൊക്കെ കരടാണെന്ന് നമ്മൾ പറഞ്ഞു? ഇന്ത്യൻ പീനൽ കോഡ്, കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ കോഡ്, അതുപോലെ തന്നെ ലിമിറ്റേഷൻ ആക്ട് എന്നിവയുടെയൊക്കെ കരട് തയ്യാറാക്കിയത് ഒന്നാം ലോ കമ്മീഷൻ ആണ്. ഈ ഒന്നാം ലോ കമ്മീഷൻ ഈ കരട് ഗവൺമെന്റിന് സമർപ്പിച്ചത് എന്നാണ്? 1837 മെയ് 2 ഈ കരട് ഗവൺമെന്റിന് വേണ്ടി ഒന്നാം ലോ കമ്മീഷൻ സമർപ്പിച്ചത്. ക്ലിയർ ആണല്ലോ? അതുപോലെ തന്നെ അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക. 1860 ഒക്ടോബർ 6 ഈ നിയമത്തിന് വൈസ്രോയി ആയിരുന്ന കാനിങ് പ്രഭു അനുമതി നൽകി. നോട്ട് ചെയ്യുക. വർഷം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്, നോട്ട് ചെയ്യുക. ആദ്യത്തെ ക്ലാസ് ആണ്, ബേസിക് ക്ലാസ് ആണ്. അതായത് CPOയുടെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ 20 മാർക്കിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കാണ്. അത് പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ് ആണ്. നോട്ട് ചെയ്ത് വെക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പം 1860 ഒക്ടോബർ 2 ഈ നിയമത്തിന് അന്ന് വൈസ്രോയി ആയിരുന്ന കാനിങ് പ്രഭു അനുമതി നൽകി. അതുപോലെ തന്നെ ഈ നിയമം പ്രാബല്യത്തിൽ വന്നതോടെ മുസ്ലിം ക്രിമിനൽ നിയമം പൂർണ്ണമായി ഇല്ലാതാകുകയും ഇന്ത്യക്കായി ഒരു ഏകീകൃത പീനൽ നിയമം നടപ്പിൽ വരികയും ചെയ്തു. നോട്ട് ചെയ്യുക. ഈ നിയമം പ്രാബല്യത്തിൽ വന്നതോടുകൂടി മുസ്ലിം ക്രിമിനൽ നിയമം പൂർണ്ണമായി ഇല്ലാതാക്കപ്പെടുകയും അതുപോലെ തന്നെ ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു ഏകീകൃത പീനൽ നിയമം നിലവിൽ വരികയും ചെയ്യുകയുണ്ടായി. ഒന്നാം നിയമ കമ്മീഷൻ ആരംഭിച്ച പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി 1853 ചാർട്ടർ ആക്ട് പ്രകാരം രണ്ടാം ലോ കമ്മീഷൻ നിയമിക്കപ്പെട്ടു. ശ്രദ്ധിക്കുക, ഒന്നാം ലോ കമ്മീഷൻ അതായത് ഒന്നാം നിയമ കമ്മീഷൻ ആരംഭിച്ച പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് 1853 ചാർട്ടർ ആക്ട് പ്രകാരം രണ്ടാം ലോ കമ്മീഷൻ നിയമിക്കപ്പെട്ടു. 1861 മൂന്നാം ലോ കമ്മീഷനും 1879 നാലാം കമ്മീഷനും നിയമിതമായി. നോട്ട് ചെയ്യുക. 1861 മൂന്നാം ലോ കമ്മീഷനും 1879 നാലാം കമ്മീഷനും നിയമിതമായി. രണ്ടാമത്തെയും മൂന്നാമത്തെയും നിയമ കമ്മീഷനുകളുടെ അധ്യക്ഷൻ ആരായിരുന്നു? സർ ജോൺ റോംലി ആയിരുന്നു. ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. സർ ജോൺ റോംലി ആണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും നിയമ കമ്മീഷനുകളുടെ അധ്യക്ഷൻ. അടുത്തത് നാലാം നിയമ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണെന്ന് അറിഞ്ഞിരിക്കണം. ആരാണ്? ഡോക്ടർ വൈറ്റി സോക്സ് ആണ് നാലാം നിയമ കമ്മീഷന്റെ അധ്യക്ഷൻ. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക. ഇന്ത്യൻ എവിഡൻസ് ആക്ട്, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് എന്നിവയാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിയമിക്കപ്പെട്ട ലോ കമ്മീഷനുകളുടെ മറ്റു ശ്രദ്ധേയമായ സംഭാവനകൾ. നോട്ട് ചെയ്യുക. ഇന്ത്യൻ എവിഡൻസ് ആക്ട്, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് എന്നിവയാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിയമിക്കപ്പെട്ട ലോ കമ്മീഷനുകളുടെ മറ്റു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മറ്റു ശ്രദ്ധേയമായിട്ടുള്ള സംഭാവനകൾ. ബ്രിട്ടീഷ് കോളനികളായിരുന്ന ബർമ്മ, സിലോൺ, ബ്രൂണ, സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ പിൽക്കാലത്ത് നടപ്പിലാക്കിയ നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനവും ഇന്ത്യൻ പീനൽ കോഡായിരുന്നു. 1860 ഇന്ത്യൻ പീനൽ കോഡ് നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക. ബ്രിട്ടീഷ് കോളനികളായിരുന്ന ബർമ്മ, സിലോൺ, ബ്രൂണ, സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ പിൽക്കാലത്ത് നടപ്പിലാക്കിയ നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനം എന്തായിരുന്നു? 1860 ഇന്ത്യൻ പീനൽ കോഡ് ആയിരുന്നു. നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്ത പോയിന്റ്, വിഭജനത്തിന് ശേഷം പാകിസ്ഥാൻ അതിന്റെ പീനൽ കോഡ് രൂപപ്പെടുത്തിയതും ഇന്ത്യൻ പീനൽ കോഡിനെ അവലംബപ്പെടുത്തിയാണ്. നോട്ട് ചെയ്യുക. വിഭജനത്തിന് ശേഷം പാകിസ്ഥാൻ അവരുടെ പീനൽ കോഡ് രൂപപ്പെടുത്തിയത് ഏതിന്റെ ബേസിലാണ്? നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിനെ അവലംബമാക്കിയാണ് അവരും പീനൽ കോഡ് തയ്യാറാക്കിയത്. ഇനി ബംഗ്ലാദേശിന്റെ നിയമവ്യവസ്ഥ ചിട്ടപ്പെടുത്തിയിരിക്കുന്നതും ഇന്ത്യൻ പീനൽ കോഡിനെ ആസ്പദമാക്കിയാണ്. ബംഗ്ലാദേശിന്റെ നിയമവ്യവസ്ഥ ചിട്ടപ്പെടുത്തിയതും ഇന്ത്യൻ പീനൽ കോഡിനെ അടിസ്ഥാനമാക്കിയാണ്. നോട്ട് ചെയ്യുക.
വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അടുത്തത് പറയുന്നത്. ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്, നോട്ട് ചെയ്ത് വെക്കുക. 23 അധ്യായങ്ങളിലായി 511 വകുപ്പുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇന്ത്യൻ പീനൽ കോഡ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിലവിൽ വന്നത് 1862 ജനുവരി 1-നാണ്. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. 23 അധ്യായങ്ങളിലായിട്ട് 511 വകുപ്പുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇന്ത്യൻ പീനൽ കോഡ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിലവിൽ വന്നത് 1862 ജനുവരി 1-നാണ്. ഇന്ത്യൻ പീനൽ കോഡ് 1860 എന്നാണ് ഈ നിയമം ഔദ്യോഗികമായി അറിയപ്പെടുന്നത്. 1862 നിലവിൽ വന്നെങ്കിലും ഇന്ത്യൻ പീനൽ കോഡ് 1860 എന്നാണ് ഈ നിയമം ഔദ്യോഗികമായി അറിയപ്പെടുന്നത്. അതിന്റെ ഒരു ടെക്സ്റ്റ് തന്നെയുണ്ട്, ഞാനിപ്പോൾ അവിടെ റെഫറൻസ് ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അതുമായിട്ട് ബേസ് ചെയ്താണ് ഞാൻ ക്ലാസ്സുകൾ ഇനി എടുക്കാൻ പോകുന്നത്. ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ പീനൽ കോഡ് 1860 എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. നമുക്ക് ബുക്ക് സ്റ്റാളുകളിലൊക്കെ അവൈലബിൾ ആണ്. കൂടുതൽ പഠിക്കണമെന്നുള്ളവർക്ക് അത് പോയി റെഫർ ചെയ്യാവുന്നതാണ്. എല്ലാ ലൈബ്രറികളിലും ഒക്കെ കിട്ടാനും സാധ്യതയുള്ളതാണ്. അപ്പം ഇന്ത്യൻ പീനൽ കോഡ് 1860 എന്നാണ് ഈ നിയമം ഔദ്യോഗികമായിട്ട് അറിയപ്പെടുന്നത്. അടുത്ത പോയിന്റ് നോക്കുക. ഇന്ത്യൻ പീനൽ കോഡ് നാട്ടുരാജ്യങ്ങളിൽ സ്വമേധയാ നിലവിൽ വന്നില്ല. സ്വന്തം നിലയിൽ തയ്യാറാക്കപ്പെട്ട നിയമസംഹിതകളുടെ അടിസ്ഥാനത്തിലാണ് അവിടങ്ങളിൽ നീതിന്യായ നിർവഹണം നടപ്പിലാക്കപ്പെട്ടിരുന്നത്. 1832 ജമ്മു കാശ്മീരിൽ നിലവിൽ വന്ന റൺബീർ പീനൽ കോഡും തയ്യാറാക്കിയത് ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. മെക്കാളയുടെ ഇന്ത്യൻ പീനൽ കോഡിന്റെ അതേ ഘടന പിന്തുടർന്നാണ്. കാശ്മീർ രാജാവായിരുന്ന രൺവീർ സിംഗിന്റെ പേരിലാണ് ആ നിയമം അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, അപ്പം ഇന്ത്യൻ പീനൽ കോഡിനെ ബേസ് ചെയ്ത് ഒരുപാട് പാകിസ്ഥാന്, ബർമ്മ അങ്ങനെയുള്ള രാജ്യങ്ങൾ, ബംഗ്ലാദേശ് എന്നീ സ്ഥലങ്ങളിലൊക്കെ ഇന്ത്യൻ പീനൽ കോഡിനെ ബേസ് ചെയ്താണ് അവരവരുടെ പീനൽ കോഡും തയ്യാറാക്കിയിരുന്നത്. അതുപോലെ തന്നെ അടുത്ത പോയിന്റ്, ഇന്ത്യൻ പീനൽ കോഡ് നിരവധി പ്രാവശ്യം ഭേദഗതിക്ക് വിധേയമായിട്ടുണ്ട്. 2012 ഡൽഹി നിർഭയ കേസിന്റെ പശ്ചാത്തലത്തിൽ നിയമിക്കപ്പെട്ട വർമ്മ കമ്മിറ്റിയുടെ ശുപാർശകൾ ഇപ്രകാരം 2013 പീനൽ കോഡിൽ സുപ്രധാനമായ പല മാറ്റങ്ങളും വരുത്തുകയുണ്ടായി. നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് 1860 എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പീനൽ കോഡിന് ഒരുപാട് ഭേദഗതികൾ വരികയുണ്ടായി. ലേറ്റസ്റ്റ് ആയിട്ട് 2012 ഡൽഹി നിർഭയ കേസിന്റെ പശ്ചാത്തലത്തിൽ നിയമിക്കപ്പെട്ട വർമ്മ കമ്മിറ്റിയുടെ ശുപാർശകൾ പ്രകാരം 2013 ഇന്ത്യൻ പീനൽ കോഡിൽ സുപ്രധാനമായ ചില മാറ്റങ്ങൾ വരുത്തുകയുണ്ടായി. ക്ലിയർ ആണല്ലോ? അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യൻ പീനൽ കോഡ് നമ്മുടെ CPO എക്സാം, അതുപോലെ തന്നെ വുമൻസ് പോലീസ് കോൺസ്റ്റബിൾ എക്സാം എന്നീ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള PSCയുടെ +2 മെയിൻ എക്സാമിന്റെ സിലബസിൽ നിന്നുമായിട്ടുള്ള ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്ന ആദ്യത്തെ ടോപ്പിക്കാണ് നമ്മൾ നോക്കിയത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ ചെയ്തത്. വരും ദിവസങ്ങളിൽ ഓരോ സെക്ഷനുകളെ പ്രതിപാദിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകൾ ചെയ്യുന്നതായിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. എന്നാലും നമുക്ക് പരീക്ഷയാകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് തീരുകയും വേണം. റിവിഷൻ സ്റ്റാർട്ട് ചെയ്യണം. അതുപോലെയുള്ള മോഡൽ ക്വസ്റ്റ്യൻ ആൻസറുകൾ ചെയ്യുകയും വേണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് പഠിപ്പിച്ചത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റുകളായിട്ട് രേഖപ്പെടുത്താം. അപ്പം ഇന്ന് പഠിപ്പിച്ചത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.